ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. ഇപ്പോൾ 7 മണിയായി. ഇവിടെ ഒരാൾ പൂര ഉറക്കവ. ദേവസേ ദേവജു തേച്ച് കിടന്നു. ഒന്നും കൂടെ പുതപ്പ് വലിച്ച് കയറ്റിയിട്ടിട്ടുണ്ട്. നമുക്ക് എഴുന്നേക്കാം. ഇന്ന് എന്തായാലും എൻ്റെ ഒരു നൊസ്റ്റാൾജിയ വീണ് പൊട്ടുന്ന ഒരു ദിവസം. അപ്പോൾ ഒരു ഡേ ഇൻ മൈ ലൈഫ് അങ്ങ് എടുക്കാമെന്ന് വിചാരിച്ചു. നമുക്ക് രാവിലെ അച്ഛനുള്ള ഫുഡങ്ങ് റെഡിയാക്കി വെക്കാം. ആ കൂട്ടത്തിൽ കുഞ്ഞാവയ്ക്ക്, എനിക്ക്, അച്ഛന്, ദേവാർച്ചന എല്ലാവർക്കും കൂടെ, ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടെ മുട്ടയങ്ങ് പിഴുങ്ങി വെച്ചേക്കാം. ഇനി നമുക്ക് ഗോതമ്പ് ദോശയും സാമ്പാർ. ഒരാൾ ഫുഡ് കഴിക്കുന്നത് ശരിക്ക് കാണത്തില്ല, ഞാൻ കാണിച്ചു തരാം. വീട്ടിൽ ഉണ്ടാക്കുന്ന ആഹാരമാണ് ഞങ്ങൾ കൊടുക്കുന്നത്, അല്ലാതെ കണ്ണിൽ കണ്ട സാധനങ്ങളൊന്നും ഞങ്ങൾ കൊടുക്കുന്നില്ല. കേട്ടോടി ജേസനെ? ഇനിയിപ്പോൾ ഞായറാഴ്ചയല്ലേ ഇന്ന്, ആരെങ്കിലുമൊക്കെ വരാതിരിക്കത്തില്ല. അതിന് മുമ്പിനെ നമുക്കെല്ലാം തൂത്ത് റെഡിയാക്കണം മുറിയൊക്കെ. എന്നിട്ട് നമുക്ക് പോയി കുളിക്കണം. അത് കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കണം. അവിടെ പോവാ? അവിടെ കിടക്കുവാണോ? എന്താ പറ്റി ഡി? എന്താ പറ്റി? കാറെന്തി? രാവിലത്തെ ഒരുമാതിരിപ്പെട്ട പരിപാടിയൊക്കെ നമ്മൾ തീർത്തു. അതെല്ലാം സെറ്റാക്കി റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. പിള്ളേരുടെയും എൻ്റെ അമ്മയുടെയും അച്ഛൻ്റെ എല്ലാം. ആദ്യമരം വെട്ടാനായിട്ട് തീരുമാനിച്ചു. അങ്ങനെ ഇപ്പം അതിൻ്റെ പരിപാടിയില്ല. രാവിലെ കുളിച്ചു. ഇനി കണ്ണൊക്കെ നമ്മൾ എഴുതി മുടി ഒന്ന് ടി വി ഒന്ന് സെറ്റാക്കി വെക്കാം. ഇനി പണ്ടത്തെ രീതിക്ക് തന്നെ ഇപ്പോഴും സാധാരണ എങ്ങനെയാണോ കെട്ടി വെക്കുക അതുപോലെ തന്നെ കെട്ടി വെക്കുക. ഇവിടെ പോകുന്നേരം മാത്രം നമ്മൾ
പിന്നെ ഭക്ഷണം നമ്മുടെ ദോശയും എന്താ പറയുക സാമ്പാർ, ചില സമയം കടലക്കറി കാണും. അതാണ് ഞാൻ ഇടയ്ക്കൊന്ന് ആലോചിച്ചത്. ഇനി കൈയൊക്കെ കഴുകിയിട്ട് നമുക്ക് ഭഗവാന്റെ വെണ്ണ, ഇന്നലെ വണ്ടി പൂജിച്ചപ്പം കിട്ടിയ നമ്മുടെ വെണ്ണ കഴിക്കണം. അപ്പം താത്തയ്ക്ക് പറ്റുമോ ജസ്റ്റ് ഇതുപോലൊന്ന് കഴിക്കാൻ? ഗുരുവായൂർ പോയിട്ട് പറ്റുമെങ്കിൽ ഒന്ന് ചെയ്ത് കാണിക്കണേ, നോക്കാം നമുക്ക്. ഞങ്ങളപ്പം എന്താ ഭഗവാന്റെ പ്രസാദം കഴിക്കുക. ഇവിടെ കണ്ടോ ഒരാൾ നേരത്തെ തുടങ്ങിക്കഴിഞ്ഞു. പിന്നെ ഇഷ്ടമുള്ള സാധനങ്ങൾ നമ്മളോട് ചോദിക്കാതെ ഞാൻ എടുത്തങ്ങ് കഴിച്ചോളൂ. അങ്ങനെ പക്ഷെ രാവിലെ കുളിച്ചെല്ലാം കഴിഞ്ഞ് വെച്ചിട്ട് ഉള്ളൂ. ഇന്നലെ അമ്പലത്തിൽ പോയിട്ട് ഇട്ട ഡ്രസ്സായി ഊരി ഇട്ടു. അത് കഴിഞ്ഞിട്ട് പിന്നെ എടുത്തിട്ടതാണ്. അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല നമുക്ക്. അപ്പം ഞങ്ങളിത് കുറച്ച് കഴിക്കട്ടെ. ഭഗവാന്റെ നെയ്യ്, അതായത് ഭഗവാൻ പറയുന്നത് നമ്മുടെ മനസ്സാണെന്നാണ് ഭഗവാൻ പറയുന്നത്. അത് പൊട്ടും, കല വരട്ടെ. ഇനിയിപ്പം നമുക്ക് ക്യാൻവാസ് ഒപ്പിട്ട് ഇത് എടുക്കണം. ഇടണം ഇപ്പം ഉണ്ട് 14-18 ഇഞ്ച് തന്നെ, അതെടുക്കണം. ഹസ്ബൻഡ് തൊട്ടില്ല, 2 പേരും വേണ്ടേ നമുക്ക്. അപ്പോൾ 2 പേരും വേണം. അത് നമ്മൾ പറഞ്ഞില്ലെങ്കിലും ഭഗവാൻ അറിയാവുന്ന കാര്യം. നമുക്ക് ആർക്കൊക്കെ ആരോടാണ് ഇഷ്ടം, ആരെയാണ് ഇഷ്ടം, എല്ലാം ഭഗവാൻ അറിയാം. അപ്പോൾ ഭസ്മം തൊട്ടു. ഞാൻ വണ്ടിയുടെ പൂജ ചെയ്തതിൻ്റെ ഇവിടെ വിളക്കിൻ്റെ സൈഡിൽ തന്നെ ഇവിടെ വെച്ചേക്കുന്നത്. ഇത് നമ്മൾ ഇന്നലെ ആറന്മുളമ്പലത്തിൽ പോയപ്പോൾ ഉള്ളത്. ഇത് ഏറ്റുമാനൂര് കൂളത്തല. ഇത് ഭഗവാന്റെ പ്രസാദവും ഒക്കെയാണ്. താമര കണ്ട കൃഷ്ണൻ്റെ. അപ്പം നമ്മൾ ഇന്നത്തെ കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഗ്ലാസ്സിൽ നമ്മൾ യൂസ് ചെയ്ത ബ്രഷും കാര്യങ്ങളുമൊക്കെ. നമുക്കിനി ഇവിടെ വേണ്ടത് കളേഴ്സ് എന്ന് പറയുന്നത് യെല്ലോ ഓക്കർ, അതുപോലെ തന്നെ വൈറ്റ്. ഇവിടെ ഹെയറിന് നമുക്ക് കുറച്ച് ഡിസൈൻ ചെയ്യാം. ഇവിടെ ഇപ്പം ഞാൻ 2 തരത്തിലുള്ള ബ്രഷാണ് എടുക്കുന്നത്. ഒന്ന് ലോങ് ഹെയർ ബ്രഷ് 000യുടെ ലൈറ്റ് വെർഷൻ. ഇതിങ്ങനെ നോക്കിയാലും നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. ഇതും അതുപോലെ തന്നെ വേറൊരു ബ്രഷ്. അപ്പം ഇത് രണ്ടുമാണ് ഞാൻ എടുക്കുന്നത് കൂടുതലും. നമുക്ക് ഫസ്റ്റ് വൈറ്റ് തന്നെ അപ്ലൈ ചെയ്ത് പോവാം. പെയിൻറ്റ് വേണം. മിക്സഡ് കളർ പോലെ കൊടുക്കാം.
ഒന്ന് ഇതൊന്ന് പൊക്കി കാണിച്ചു തരാം. നമ്മൾ ഭഗവാന്റെ ഫോട്ടോ ഇത്രയാണ്, ഇങ്ങനെയാണ് നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്നത്. ജാതിമരം വെട്ടാനായിട്ട് തീരുമാനിച്ചു. അങ്ങനെ ഇപ്പം അതിൻ്റെ പരിപാടിയില്ല. നമ്മുടെ ജാതി നിന്ന സ്ഥലം എനിക്കത് കാണാനും. അങ്ങനെ ഇന്നത്തെ നമ്മുടെ പരിപാടി കഴിഞ്ഞു. അങ്ങനെ എൻ്റെ നൊസ്റ്റാൾജിയ, ഞാൻ ആദ്യം ഊഞ്ഞാലാടിയ മരം വെട്ടി. ഇനിയിപ്പം നമുക്കവിടെ കാർ പോർച്ച് ആക്കണം. ഇനിയിപ്പം നമ്മുടെ ഹോംവർക്കാണ്. ഹോംവർക്ക് ചെയ്യുന്ന കുട്ടിയെ നമുക്ക് കാണാം. എപ്പോൾ ഇരുന്നറിയോ? അവിടെ വേറൊരാൾ വണ്ടി ഓടിച്ച് കളിക്കുന്നു. കടന്ന് കഴിക്ക്. പാത്രം അപ്പോൾ ഞങ്ങളുടെ ഡേ ഇൻ ലൈഫ് കഴിഞ്ഞു. ഇന്ന് ജാതിമരം വെട്ടി. അപ്പം അല്ലേ വാച്ചി? ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്കിനി പുതിയൊരു വീഡിയോയിൽ കാണാം. ടാറ്റാ. അപ്പം എല്ലാവർക്കും ഗുഡ് നൈറ്റ്.